സ്ത്രീകൾ തലപ്പത്തിരിക്കുന്ന സമയമാണ് അതിജീവിത വിഷയത്തിൽ. ആ സമയത്ത് പോലും ആ സംഘടനയിൽ ഒരു പ്രതികരണം ഇല്ലാത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ ദൂരം കഷ്ടപ്പെടേണ്ടതെന്നല്ലേ. ഇപ്പോൾ ഇവരായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ലാലേട്ടൻ എങ്ങനെ ആയിരുന്നെങ്കിലും എൻ്റെ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പ് മുട്ടിച്ചാണ്. അപ്പം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ മാറിയത് നന്നായി എന്ന് മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇപ്പം നമുക്ക് വരട്ടെ, ഇനിയും സമയങ്ങളുണ്ടല്ലോ. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം. ആ എസ്കേപ്പിസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു ചോദ്യം. ആരുടെ? ഇപ്പൊ താങ്കൾ പറഞ്ഞു തലപ്പത്ത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഏത് നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ. അല്ല ഇപ്പൊ ഉള്ളവർ മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്ന. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ അവർ മറുപടി പറയും. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ എല്ലാവരും ഒരു വികാരമാണ്. ഇപ്പൊ ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. അതൊരു മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അപ്പോൾ അതിന്റെ തലപ്പത്ത് ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് ഇന്നല്ലെങ്കിൽ നാളെ അവരതിന് ഉത്തരം പറയും. ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അവരതിന് അനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സംവിധായകൻ വിനയം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ ധൃതി കാണിക്കുന്നു എന്നൊരു അഭിപ്രായമാണ്. അത്തരം കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നുണ്ട്. എന്തായാലും വിധി വന്നല്ലോ, കുറ്റമുക്തനാണ് ദിലീപ് എന്ന കാര്യത്തിൽ. അല്ല, അതിനകത്ത് എന്ന് വെച്ചാൽ ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അവിടെ ഇപ്പം ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത്. കാരണം അത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ, പുറത്താക്കാൻ കാണിച്ച വ്യഗ്രതയുണ്ടല്ലോ, ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നത്. അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല, ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ. അതിൽ നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. അത് പറയാൻ തെറ്റാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായത മാനിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഇത്. പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള അനുകമ്പ, ആ കുട്ടിയോടുള്ള സ്നേഹം, അതൊന്നും ഒരു മാറ്റവുമില്ല. നമ്മൾ അന്നങ്ങനെ നിന്നു, അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും. ബാക്കി അല്ല അതിലെന്തൊരു ചോദ്യമാണ് അതിനകത്ത്. അതങ്ങനെ മാറുന്ന കാര്യമാണോ? അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ. പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു. അതിനകത്ത് നമുക്കിപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്, ഇല്ലേ? ഇപ്പം നമുക്കൊരു വിധി വന്നു, ആ വിധിയെ നമ്മൾ മാനിക്കുന്നു. നമുക്ക് നോക്കാം.